പിന്നെ ആദ്യം മനസ്സിലാക്കേണ്ടത് സത്യസന്ധമാണോ അല്ലേ എന്നൊന്നും നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ലിയാഖത്തിന്റെ ബ്രദർ തന്നെയാണ്, സഹോദരൻ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ലിയാഖത്ത് ഈ ഭാവിയിലേക്ക് പോയിട്ട് എത്ര വർഷം നിങ്ങൾക്കറിയാം? വ്യക്തമാവുന്നില്ല. ലിയാഖത്തിൽ ഈ വഴിയിലേക്ക് പോയിട്ട് എത്ര വർഷമായിട്ടാണ് നിങ്ങൾക്ക് അറിയാവോ? പറഞ്ഞോ, നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ കേൾക്കാലോ, പറഞ്ഞോളൂ. ഈ ലിയാഖത്ത് ഈ വഴിയിലേക്ക് പോയിട്ട് 6 വർഷമായി. ആ പോയ സമയത്ത് ഒരുപാട് തിരുത്തലുകൾക്കും ഈ രാജ്യത്ത് നമുക്ക് നിന്ന് ചെയ്യാൻ പറ്റുന്ന തിരുത്തലുകളുണ്ട്. അതിന് ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാണ്. അതിനുശേഷം ഞങ്ങൾ ചെയ്തത് അവനെ പൂർണ്ണമായിട്ടും ഞങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു, മാറ്റി നിർത്തി. പൂർണ്ണമായിട്ട് മാറ്റി നിർത്തി എന്ന് പറയുമ്പോഴും അതിലൊരു തെറ്റുണ്ട്. കാരണം എത്രയോ വർഷമായിട്ട് എന്നെ കുടുംബമായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരാളാണ് ലിയാഖത്ത്. ഈ കുടുംബത്തിന് ഒരു ഗുണവും ഇല്ലാത്ത ഒരാളായിരുന്നു ലിയാഖത്ത്. എന്റെ ഓർമ്മയിൽ ഒരു 12 വർഷത്തോളമായിട്ട് ഈ നാട്ടിലില്ലാത്ത ആളാണ്. എന്നാലും വല്ല ഫംഗ്ഷനൊക്കെ ആയിട്ട് വന്നിരുന്ന ഒരാളാണ്. അങ്ങനെ ഇത് സംഭവിച്ചപ്പോൾ ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടി തീരുമാനിച്ചു. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, എന്റെ വീട്ടുകാർ എന്നെ വിലക്കി സംഗതി, ഇതൊക്കെ നിങ്ങൾ കേട്ടതല്ലേ. ഞങ്ങൾ കൃത്യമായിട്ട് അവനെ വിലക്കുകയും ഞങ്ങളെ ആ കൃത്യമായ മെസ്സേജ് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അവൻക്ക് അവന്റെ വഴി, ഞങ്ങളെ വഴിയായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ഗൾഫിലാണ്, ഞങ്ങളെ നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ്. ലിയാഖത്ത് എത്രയോ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ലിയാഖത്തിനെതിരെ എത്രയോ ആളുകൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ആരെങ്കിലും അതിനെതിരെ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലില്ല. ക്ലബ് ഹൗസിൽ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്താ വെച്ചാൽ കാരണം അന്ന് ലിയാഖത്ത് ഞങ്ങൾക്കെതിരെയായിരുന്നു ക്ലബ് ഹൗസിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾക്കെതിരെ. അപ്പൊ അതിന്റെ കാരണം പച്ചക്കള്ളങ്ങൾ പറയുമ്പോൾ അതിന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വരുന്നത്. ആ ക്ലാരിറ്റി വരുന്നതോടുകൂടെ ക്ലബ് ഹൗസിൽ നിന്ന് പോയി അത് അടിച്ചൊതുക്കി ഞങ്ങളോട് കൊടുത്തു. അതിനുശേഷം അവൻ വീഡിയോ ഇട്ടാലും അവൻക്കെതിരെ വീഡിയോ ഇട്ടാലും ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കാറില്ല. ഇനി ഷെഫീന ബീവിയുടെ വിഷയത്തിലേക്ക് വരാം. അതിന്റെ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ മുമ്പ് എന്നെ ബ്ലോക്ക് ഒരു കാക്കയും ഒരു മൂല്യരും കൂടി ഒരു വാദപ്രതിവാദം വെച്ചല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല, അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ സമയത്ത് ഇവർ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ ഉമ്മയോട് ഞങ്ങളോട് സംസാരിക്കണം എന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞു. ലിയാഖത്ത് ഒരു പ്രത്യേക തരം സാധനമാണ്. ഒരു മനുഷ്യനോട് സംസാരിക്കാൻ അറിയില്ല, അവൻ എല്ലാവരും അവഹേളിക്കുന്നു, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. നമുക്ക് കൺട്രോൾ ചെയ്യില്ല. അപ്പൊ നിങ്ങൾ മുസ്ലിങ്ങളുടെ പേര് പോകുമ്പോൾ അവനെ പിടുത്തം കിട്ടാൻ പാടാണ്, അവൻ വഴി മാറും. അപ്പൊ ശ്രദ്ധിച്ചു പോണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇനി ഇതിലേക്ക് കുടുംബങ്ങളെ വലിച്ചേക്കണം. എന്റെ ഉമ്മക്ക് 90 വയസ്സായി. ഈ ഉമ്മാനെ ഞങ്ങൾ ഇനി ഇതിലേക്ക് വലിച്ചേക്കണോ? കാരണം നിങ്ങൾ ഈ പറയുമ്പോഴൊക്കെ അവൻ നാളെ എന്റെ ഉമ്മാനെയും വെച്ചിട്ട് അവൻ വീഡിയോ ഇടും, നിങ്ങൾ വീഡിയോ ഇടും, അവൻ ഞങ്ങളുടെ കുടുംബത്തെയും വെച്ച് വീഡിയോ ഇടും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ വഴിക്ക് പൊക്കോളാം, നിങ്ങൾ അവനെ വിമർശിക്കുക, എന്ത് കാണിച്ച് ഞങ്ങൾക്ക് കഴിയില്ല. ഇത് പറഞ്ഞു കൊടുത്ത ആള് ഇതേ സംഗതിയൊക്കെ വെച്ച് ഇയാൾ വീണ്ടും ഈ എന്നെ ബ്ലോക്ക് ഹംസ അവന്റെ അനിയനെ കണ്ടു, അവന്റെ അനിയൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടനെ കണ്ടു, ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇയാളത് അവനോട് പോയി പറഞ്ഞു, വീഡിയോ ഇട്ടു. പിറ്റേ ദിവസം അവൻ വീഡിയോ ഇട്ടു ഞങ്ങൾക്കെതിരെ വീണ്ടും. എന്റെ കുടുംബങ്ങൾ എന്നെ വീണ്ടും അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, ഇതാണ് മുസ്ലിങ്ങളുടെ സ്വഭാവം, അങ്ങനെയാണ് ഇല്ലേ? ഇതേ ഷെഫീന ബീവിയുടെ ഒരു 18-ാം തീയതി എന്നെ ഇവിടുന്ന് ഒരാൾ വിളിച്ചു, ഒരു മാധ്യമ പ്രവർത്തകൻ, തേജസിന്റെ പഴയ പ്രവർത്തകൻ, ഒരു ആള്, ഈ കോട്ടയത്തുള്ള ഈ കുട്ടി നമ്പർ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമല്ല, ലിയാഖത്തിനോട് സംസാരിക്കേണ്ടത്, ലിയാഖത്ത് എന്താ സംവദിക്കുന്നത് ദീനുമായി വിഷയപ്പെട്ട സംഗതിയാണ്. അത് സംസാരിക്കേണ്ടത് ഖുർആനും ഹദീസും വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ പറയും. ഞങ്ങളെ കുടുംബത്തെ നിങ്ങൾ ഫ്രീ ആക്കി വിടി. കാരണം അവൻ അനുകൂലിച്ച് ഞങ്ങൾ നേരെ വീഡിയോയിൽ വന്നിട്ടില്ലല്ലോ, ഒരാളോടും പറഞ്ഞിട്ടില്ല, പറയൂല. കാരണം ഞങ്ങൾക്ക് അത്രയും വെറുക്കപ്പെട്ട ആളാണ് അവന്. അല്ല, നിങ്ങൾ ഷെഫീന ബീവിയെ മണ്ണാർക്കാട് നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ വിളിച്ചിട്ടില്ല. അതാ പച്ചക്കള്ളങ്ങൾ നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ ഇസ്ലാമിന്റെ പേരിലാണ് ചെയ്യുന്നത്, പച്ചക്കള്ളം. ഇനി രണ്ടാമത്തെ കാര്യം, ആ ഷെഫീന ബീവിയുടെ എല്ലാ വീഡിയോ കാണുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ അറിയാതെ വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാവോ ഷെഫീന ബീവിയെ? ഇല്ല, അത് ഞാൻ അന്വേഷിച്ചതിന് ശേഷം കുടുംബത്തിൽ നിന്ന് ഒരാളും അന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ ഷെഫീന ബീവിയെ വിളിക്കുന്നത്. ശരി, ഓക്കെ. കുടുംബത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും ഇനി ഞാൻ പറയുന്നത് കേൾക്കൂ. 18-ാം തീയതി തേജസിന്റെ പ്രവർത്തകനെ വിളിക്കണം, മാധ്യമ പ്രവർത്തകൻ. നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് പറയേണ്ടത് അവർ പറഞ്ഞോട്ടെ, ഞങ്ങൾ ഇതിലേക്ക് വലിച്ചേക്കേണ്ടതില്ല. ഞങ്ങള് കുടുംബമായിട്ട് നാട്ടിൽ കഴിയുന്ന ആളുകളാണ്. അവനോട് ഒരു ബന്ധമില്ലാന്ന്. എന്തെങ്കിലും തരത്തിൽ നമ്മൾ അവനെ സഹകരിക്കുക, അവനോട് ഒരു അനുകമ്പ കാണിക്കുന്ന ഒരാളുകളല്ല. പക്ഷെ നമ്മൾ അവന്റെ പേരും പറഞ്ഞ് അവന് ഞങ്ങൾ വിറ്റിട്ടാണ് ജീവിക്കണത്, അവന് ഞങ്ങളെ തിന്നാ ജീവിക്കണം. കാരണം അവർക്ക് വീഡിയോയിൽ കണ്ടന്റാ വേണ്ടത്, ഈ പറയുന്ന ആളുകൾക്കും വീഡിയോ കണ്ടന്റാ വേണ്ടത്. ഞങ്ങൾക്ക് അതിന് നിന്ന് കൊടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് നാളെ രാവിലെ നീച്ച് പണിക്ക് പോണ്ടേ, അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളല്ലേ. ഇത് വെച്ച് ഞാൻ അയാളോട് പറഞ്ഞു, ഓക്കെ ഞങ്ങൾ അത് വിട്ടു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ അയാൾ അങ്ങനെ തന്നെ പറഞ്ഞു, അയാൾക്ക് ആവശ്യമില്ല. പക്ഷെ വീണ്ടും ഇന്ന് ഞാൻ ആ വീഡിയോ സാന്ദർഭികമായിട്ട് കാണാം. അതിൽ അവർ പറയുന്ന 2 കള്ളങ്ങൾ. ഒന്ന്, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ തരക്കുള്ള കള്ളം, എന്ത് ലിയാഖത്ത് അലി ഒളിച്ചോടിയ സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ട് വീട്ടുകാരെല്ലാരും ജയിലിൽ പോയി, ഒരാളും ജയിലിൽ പോയില്ല. പച്ചക്കള്ളാണത്, പച്ചക്കള്ളാണത്. ഈ കള്ളങ്ങൾ ഇപ്പൊ ഇത് പറയുമ്പോ എന്താ, എന്റെ നാട്ടിൽ ഞങ്ങളെല്ലാരും ജയിലിൽ പോയ ആളുകളായോ? ആരാണ് നിങ്ങൾ പറയുന്നത്?
അതാണ് ഷെഫീന ബീവിയുടെ എല്ലാവരും അവന്റെ പോസ്കോ കേസ് കാരണം അവന്റെ കുടുംബങ്ങൾ മൊത്തം ജയിലിൽ പോയി എന്ന് പറഞ്ഞു. അതല്ല ഞാൻ ചോദിച്ചത്, ആരാണ് ജയിലിൽ പോയത്? ആരും ജയിലിൽ പോയിട്ടില്ല. അവൻ ഇവിടുന്ന് ഒളിച്ചോടി പോയി. അവന്റെ വീട്ടുകാർ അവന്റെ അവളെയും കൂട്ടി അവൻ ഒളിച്ചോടി പോയി. 2 ദിവസം കഴിഞ്ഞ് അവൻ വന്നു. അവന്റെ വീട്ടുകാര് പോലീസിൽ അവനെ അന്വേഷിക്കുന്നു. അവർ പോലീസ് സ്റ്റേഷൻ പോയി ഹാജരായി. അവന്റെ വീട്ടുകാരന് അവർക്ക് നിക്കാഹ് കൊടുത്തു. ആ നിക്കാഹ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും പങ്കെടുത്തിട്ട് പോലും ഇല്ല. അല്ല, അന്നേരം നിക്കാഹ് ചെയ്ത് കൊടുക്കുമ്പോ പെൺകുട്ടിയുടെ പ്രായം എത്രയാണ്? നിക്കാഹ് കൊടുക്കുമ്പോ അന്നത്തെ കാലത്ത് ഇവിടെ 16 വയസ്സിൽ നിക്കാഹ് കഴിക്കുന്ന ആളാണ് ഞാൻ. 17 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. 10 വർഷം മുമ്പ് ഈ നാട്ടിൽ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. അല്ല, നിങ്ങളുടെ പ്രായമല്ലേ വെച്ച, പെൺകുട്ടിയുടെ പ്രായമാണ് വെച്ചത്. ഞാൻ ചോദിക്കുന്ന പെൺകുട്ടിയുടെ പ്രായം എത്ര വർഷമായി? 18 വയസ്സ് നിർബന്ധമാക്കിയിട്ട് അതിന്റെ മുമ്പ് എത്രയോ കാലം മുമ്പ് കല്യാണം കഴിച്ച ആളല്ലേ? അവിടെ ഇതിനു മുമ്പ് ഇവിടെ നിക്കാഹ് നടക്കുന്നില്ലേ? ശരി ശരി, ഓക്കേ. അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ അയാൾ കല്യാണം കഴിച്ചു പോയി. അയാൾ പോയി. ആ നിക്കാഹിന് പോലും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാളും പങ്കെടുത്തിട്ടില്ല. അത് നിങ്ങൾക്കറിയോ? അത് കള്ളല്ലേ? പിന്നെ ഇനി സഹോദരന്മാർ അവനക്ക് മറുപടിയായിട്ട് വരും എന്ന് വീണ്ടും പറഞ്ഞിട്ടാണ് അവൾ വീഡിയോ വെക്കുന്നത്. അപ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ വീട്ടിൽ എല്ലായിടത്തും അന്വേഷിച്ചു. ഇവിടുന്ന് ആരും അങ്ങനെ സംഗതി വിളിച്ചിട്ടില്ല, ക്ഷണിച്ചിട്ടില്ല. അപ്പൊ പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണ്ട, വീണ്ടും സഹോദരന്മാരെ അതിലേക്ക് വിളിച്ചയക്കരുതേ എന്ന് പറയാൻ വിളിക്കുമ്പോ നിങ്ങൾ സഹോദരന്മാർ അവൻ ചെയ്യുന്ന തമ്മാടിത്തരത്തിന് അനുഭവിക്കണം എന്ന് പറയുന്നത് ന്യായമാണോ? അല്ലേ? ന്യായമാണോ അന്യായമാണോ? അത് ന്യായമില്ല. നിങ്ങളുടെ ഉദ്ദേശം കൊണ്ട് നിങ്ങൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു സൽപ്രവൃത്തിയാണെങ്കിൽ ആ സൽപ്രവൃത്തിക്ക് ഒരു ന്യായ സംഗതി ഉണ്ടാവേണ്ടതില്ലേ? ഉണ്ടാവണം. അപ്പൊ അങ്ങനെ വീണ്ടും എന്നെ പറയുമ്പോ ഞാൻ വണ്ടിയില്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ വെച്ചിട്ട് പോകും. കാരണം അവരോട് ഈ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ സത്യം പറഞ്ഞു, ഞാൻ SDPI പ്രവർത്തകനാണ് ഈ നാട്ടിലെ. എന്റെ ജ്യേഷ്ഠന്മാരൊക്കെ പോപ്പുലർ ഫ്രണ്ട് ഞാനും ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്കറിയാലോ എന്താണ് എങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ ഒരു നാട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലേഖനം ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആർക്കെങ്കിലും ഈ നാട്ടിൽ നിന്നിട്ട് എന്തെങ്കിലും ലേഖനം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ പിന്നെ പറയാൻ പറ്റുക അവൻ പറയുന്ന ഖുർആനും ഹദീസും വെച്ച് പറയുമ്പോൾ അത് വെച്ചിട്ട് അവനെ ഖണ്ഡിക്കാൻ കഴിയണം. അതല്ലാതെ നിങ്ങൾ ഈ വീട്ടിലിരിക്കുന്ന ആളുകൾ, എന്റെ ഉമ്മക്ക് 90 വയസ്സായി. ഇപ്പൊ അന്ന് പറഞ്ഞു പോയ ആളുകളും ഷെഫീന ആ ചങ്ങായും ആ മൂല്യരും എന്റെ ഉമ്മ മറ്റേത് എന്റെ വാപ്പ എന്തൊക്കെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ടായതാണെന്നൊക്കെ പറഞ്ഞു പോയി. അത് എന്റെ കൂടി ഉമ്മാനല്ലേ പറയുന്നേ. അത് കേൾക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവോ? നാളെ ലിയാഖത്ത് അതും വീഡിയോ ഇട്ടു. ഒരു മടിയില്ലാതെ നേരെ വീഡിയോ ഇട്ടു. പറഞ്ഞത് ആരാണ്? മുസ്ലിങ്ങളാണ്. ആരെയാ പറഞ്ഞത്? ഒരു മുസ്ലിം ഉമ്മനെ. ന്യായാണോ? അതേ സംഗതിയല്ലേ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഷെഫീനപ്പൊ ഈ ഗ്രൂപ്പിൽ പറഞ്ഞത് അല്ലേ? അപ്പൊ ഒരു സംഗതി ചെയ്യുമ്പോ അതിന്റെ വഴി എന്താണെന്ന് മാത്രമല്ല അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തും കൂടി നോക്കിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്ന ഒരാളെ ഏൽപ്പിക്കാൻ ഞാൻ ഷെഫീനാനോട് നിങ്ങളോട് മാന്യമായിട്ട് എപ്പോഴും പറയുന്നത്. ഇതിന്റെ മുമ്പ് ഞാൻ ഗ്രൂപ്പിലും പറഞ്ഞത്, ആദ്യം പല പ്രാവശ്യം ഞാൻ അതന്നെ പറയുന്നത്, ഞങ്ങളെ വെറുതെ വിടുപോകും. ഇന്ന് ഇവര് പറഞ്ഞിരുന്ന ഈ ഷെഫീൻ അടക്കം നിങ്ങളെ ആളുകൾ വിമർശിക്കുന്ന ആളുകൾ 2 എണ്ണപ്പൊ കബറിൽ കിടക്കുന്നത്. ഇനി ബാക്കി 4 എണ്ണാണ് ഇവിടെ ഉള്ളത്. ഈ ഞങ്ങളെയും കൂടി തിന്ന് ജീവിക്കണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. അതാണോ? അതാണെങ്കിൽ നിങ്ങൾ ചെയ്തോ. നിങ്ങളുടെ ഉദ്ദേശം എല്ലാവരും ലിയാഖത്ത് തെറി പറയുകയാണെങ്കിൽ ആ ലിയാഖത്തിന്റെ എല്ലാ കുടുംബങ്ങളും തെറി പറയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പുണ്യം കൂട്ടി നിങ്ങൾ എന്ത് ചെയ്തു? അതുകൊണ്ട് കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. അതല്ല. അപ്പൊ ആ ഉദ്ദേശത്തിനേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അതിന് ഫണ്ട് ചെയ്യുന്ന ആളുകൾ അവനെ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ ആ ഗൈഡ് ലൈൻസ് ചെയ്യണം. ഷെഫീനെ പറയുന്ന തെറികളൊക്കെ നിങ്ങൾ ആ ഗ്രൂപ്പ് കേട്ടതല്ലേ? അതല്ലേ നിങ്ങൾ കേട്ടല്ലേ? അതാണ് ഒരു സാമൂഹ്യ പ്രവർത്തനം. അതാണ് സാമൂഹ്യ പ്രവർത്തനം. അതുകൊണ്ടാണ് ഞാൻ ഷെഫീനോട് സംസാരിക്കാറ്. കാരണം അവളുടെ സംസാരം ഈ രീതിയിലേക്കാ പോവുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചത്. അതല്ലാതെ പേടിച്ചിട്ടല്ല. എനിക്ക് സംസാരിക്കാൻ അറിയാവുന്ന ആൾ തന്നെയാണ്. പക്ഷെ നമുക്ക് സംസാരിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാ? മാന്യമായിട്ടല്ലേ? ഞാൻ എന്റെ ഫ്രസ്ട്രേഷനായി പറയുന്നത്. ഇപ്പൊ പറഞ്ഞത് ഇതിൽ ഞാൻ ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഞാൻ തിരുത്തേണ്ടതുണ്ടെങ്കിൽ ഞാൻ തിരുത്താം. ഞാനിപ്പോ ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും അന്യായമായ ഒരു സംഗതി നിങ്ങൾ പറഞ്ഞു. നിങ്ങളിപ്പോ ഈ പറഞ്ഞതേ, നിങ്ങളുടെ പേരെന്താണ്? സദഖത്തുള്ള. നിങ്ങളിപ്പോ ഇതിനു മുമ്പ് അവര് പ്രചരിപ്പിക്കണം എന്താ? അത് ലിയാഖത്ത് ക്യാഷ് കൊടുത്ത് ആളിറക്കിയതാണ്, അല്ലെങ്കിൽ അവൻ പറഞ്ഞയച്ച ആളാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. അല്ല, ഞാനതല്ല പറഞ്ഞു. ഞാനങ്ങനെ പിന്നെ എന്താ പറയാ, അങ്ങനെ ചിന്തിക്കുന്ന ആളോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ എന്റെ കയ്യിൽ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പറയപ്പെടുന്ന പിന്നെ ഷെഫീനക്ക് ഫസ്റ്റ് മെസ്സേജ് ഞാൻ മണ്ണാർക്കാട് സദഖത്തുള്ളതാണ് എന്റെ പേര്, ശരിക്കും പേരും സംഗതി വെച്ചിട്ടാണ് ഷെഫീനക്ക് ഫസ്റ്റ് മെസ്സേജ് അയച്ചത്. കാരണം ഞാനത് വിളിക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞു വെച്ചത് എന്താ അറിയോ ലാസ്റ്റ് വീഡിയോയില്? ഇനി അവന്റെ സഹോദരന്മാര് വരും. അപ്പൊ അങ്ങനത്തെ സഹോദരന്മാരെ വരുത്തി അത് ഞങ്ങൾ അതിലേക്ക് വിളിച്ചേൽക്കേണ്ടതില്ല എന്ന് പറയുമ്പോ നീ അവൻ ചെയ്യുന്നതിന് നിങ്ങൾ കുടുംബങ്ങൾ അനുഭവിക്കണടാ എന്ന് പറയുന്ന ആളോട് ഞാൻ എന്ത് പറയണം? ഓക്കെ, എപ്പോ പറയാന്നറിയോ സഹോദര? അവൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ 10 അംഗങ്ങളുടെ ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം.
ഒരു വാപ്പാക്കും ഉമ്മക്കും ഈ ലിയാഖത്തിലേക്ക് ഞങ്ങൾ ജ്യേഷ്ഠന്മാർ 11 ആളാണ് മൊത്തം. ഈ 11-ലെ 100ഓളം അംഗങ്ങളുടെ ഒരു കുടുംബം. ഈ കുടുംബങ്ങൾ അവനെ വിളിച്ച് സംസാരിച്ച് പല രീതിയിലും സംസാരിച്ച് നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ കുടുംബങ്ങൾ വിളിച്ച് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ കൃത്യമായ ഗൈഡ് ലൈൻസ് കൊടുത്ത് ഇതുപോലത്തെ ആളുകളെ നമ്മളൊരു കുടുംബത്തിൽ നമ്മളൊരു തരത്തിലും സഹകരിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും താഴ്ന്നതാണ്. അതിന് ഞങ്ങൾ ഉമ്മാനെ മാത്രം ഞങ്ങളൊരു ഉമ്മാനോട് കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ എന്നാലും ഉമ്മാനെ ഇടക്കളക്ക് കൊടുക്കും. ഞങ്ങൾ കാണാതെ ഉമ്മ പോയി അറിയാതെ വരും, കാണും, സംസാരിക്കുകയും ചെയ്യും. നമുക്കൊരു ലിമിറ്റിലപ്പുറം ഈ 90 വയസ്സായ ഉമ്മാനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ഇന്നാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഞങ്ങൾ ഉമ്മാനെ നിയന്ത്രിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോസ് ഞങ്ങൾ മാക്സിമം ശ്രമിക്കും. പക്ഷെ എന്നാലും ഒരു ലിമിറ്റ് വെക്കും. നമുക്ക് 100% അത് കടിഞ്ഞാടാൻ പറ്റില്ല. കാരണം 90 വയസ്സായി. കുട്ടികളെക്കാളും ബുദ്ധി ഇല്ലാത്ത ഉമ്മയാണ്. മനസ്സിലായി? ഇതുവരെ അതിനുശേഷം ഇന്ന് വരെ അവന്റെ വീട്ടിലേക്ക് ഉമ്മ ഇവിടുന്ന് പോയിട്ടില്ല. ഇത്രയൊക്കെയല്ലേ നമുക്കൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരാളെ അവഗണിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ എടുത്ത നിലപാട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അവോയ്ഡ് ചെയ്യുക. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ടൂർ പോയപ്പോ ഞങ്ങള് മൂന്നാറിലേക്ക് ടൂർ പോയപ്പോ അവൻ ഞങ്ങളെ മുന്നിലൂടെ വന്നു കണ്ടറിഞ്ഞിട്ട്. ഞങ്ങൾ ഒരെണ്ണം അവനെ മെയിൻ ചെയ്യാൻ പോയില്ല. അങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുക. അങ്ങനെയാണ് മാക്സിമം ഒരു മനുഷ്യന് നമുക്ക് ഈ നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന, കുടുംബങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിരോധത്തിലേ ഉള്ളൂ. അല്ലാതെ അവനെ പിടിച്ച് തല്ലാൻ പറ്റുമോ? ഇപ്പൊ ഈ നിമിഷം അല്ലെ അടുത്ത നിമിഷം ലിയാഖത്ത് മരിച്ചാൽ അവൻ എവിടാ കുഴിച്ചിടുക? ഞങ്ങളുടെ നാടുമായിട്ട് ഈ നാട്ടിൽ അവനക്ക് ₹1 ഖബറിൽ എന്തില്ല. നിങ്ങൾ ഖബറാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിലേക്ക് അവർക്ക് ബന്ധമല്ല. 10-12 വർഷമായി. ആയിക്കോട്ടെ, ആ നാടുമായിട്ട് ബന്ധമില്ല സംഭവിച്ചില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ചു കാലം മുമ്പാണല്ലോ ഈ ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന ആള് മരിച്ചു. അല്ല, അത് നടന്നിട്ടുണ്ടാവും. അത് പക്ഷെ അവരെ പോലെയല്ല ഞങ്ങള്. എന്റെ ജ്യേഷ്ഠൻ മരിച്ചു. അവൻ ആര്യമ്പാലി ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്നു. എന്നെ വീട്ടിലേക്ക് കയറ്റുമോ, കാണാൻ സമ്മതിക്കുമോ? ഞങ്ങൾ സമ്മതിച്ചില്ലല്ലോ. ജ്യേഷ്ഠൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വന്തം ജ്യേഷ്ഠൻ, ലിയാഖത്തിന്റെ സ്വന്തം ജ്യേഷ്ഠൻ. ഞങ്ങൾ അതാ ഞാൻ പറഞ്ഞത്, 2 ഇപ്പൊ കബറിൽ അടക്കുന്നതെന്ന് പറഞ്ഞതാ. ഞങ്ങൾ 8 ആണുങ്ങളും 3 പെണ്ണുങ്ങളാ. ഈ 8 ആണുങ്ങളെ 2 ഈ 2 ഞങ്ങൾ കൃത്യമായിട്ട് അവനെ എതിർത്തിരുന്ന ഒരാൾ മരിച്ച് ഇപ്പൊ ഒരു 2 വർഷമാകുന്നേ ഉള്ളൂ. ആര്യമ്പാവിൽ വന്ന് നാട്ടുകാരോടൊക്കെ ചോദിച്ചു. എന്നെ പേഴ്സണലി വിളിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഞങ്ങൾക്ക് അതിൽ വിഷയത്തിൽ അവന്റെ കാര്യത്തിൽ കൃത്യമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. എടുക്കാൻ പറ്റുന്ന ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നിലപാട് ഞങ്ങൾ എടുക്കുന്ന ആളുകൾ തന്നെയാണ്. എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതങ്ങനെ തന്നെ. ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും, നിങ്ങളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും, നിങ്ങളോട് വാശിക്ക് ഞങ്ങൾ നിലപാട് മാറ്റുന്നില്ല. ഞങ്ങൾക്ക് ആ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇതിൽ ഞാൻ പറയും, ഈ വിഷയത്തില് ഒരു നാട്ടിൽ ജീവിക്കുന്ന അവന്റെ അനിയനായി പോയി, എന്റെ ജ്യേഷ്ഠനായി പോയി എന്നല്ലാതെ എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? നിങ്ങൾ വീഡിയോയിലൂടെ അവഹേളിക്കുന്ന ഈ നുണകൾ പറഞ്ഞു വരുന്നു. പറയുന്നത് സത്യമായിരിക്കണം. മുസ്ലിമിന്റെ പേരിൽ പറയുന്നത് സത്യമായിരിക്കണം. അവിടെയാണ് എനിക്ക് ഷെഫീനാനെ തിരുത്താനാണ് ഞാൻ വിളിക്കുന്നത്. പറയുന്നത് കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് അവഹേളന വരിക. കാരണം ഈ നാട്ടുകാർക്കറിയാം ഇവിടെ അങ്ങനെ ഒരാളും ജയിലിൽ പോയിട്ടില്ലാണ്. അപ്പോ അവനെ എതിർക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ കള്ളം പറയുന്നു. ഇതല്ലേ നാളെ പ്രചരിപ്പിക്കുന്നത്? അല്ലേ? ഇത് പരിഹസിക്കല്ലേ ചെയ്യാ? പോസ്കോ കേസിൽ ഞാൻ ജയിലിൽ പോയി ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ അവന്റെ പേരിൽ എന്ത് ചെയ്യും? ഇങ്ങനെ പോയി എന്ന് പറയും. ഈ അറിയുന്ന ആളുകൾ എന്ത് പറയും? എല്ലാവരും മനസ്സിലാക്കും ഇത് ഇവനെതിരെ ഈ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ കള്ളാ പറയുന്നത്. ഇത് ഇവനും പറഞ്ഞ് പ്രചരിപ്പിക്കും. ആരാ നാറുന്നേ? പറയുന്നതിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. അവൻ ക്ലബ് ഹൗസിൽ വന്ന് ഞങ്ങൾക്കെതിരെ നന്നായിട്ട് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചും അതുപോലെ പറഞ്ഞിരുന്നു, വളരെ കൃത്യമായിട്ട്. അത് പറഞ്ഞോടെ തന്നെയാണ് അവനെ ഒതുങ്ങിയത്. കാരണം കള്ളം സത്യമായിട്ട് പറയുമ്പോൾ പക്ഷെ നിങ്ങൾ പറയുന്നത്, നമ്മൾ പറയുന്നത് കള്ള എന്തായിരിക്കും അവസ്ഥ? അപ്പൊ കള്ളം പറയരുത്. അതാണ് എന്റെ മെയിൻ പോയിന്റ്. രണ്ടാമത് ഞങ്ങളെ വലിച്ചേക്കരുത്. ഈ 2 വിഷയത്തിൽ എന്തിനാണ് ഈ ഷെഫീനെ എത്ര കറന്ന് തുള്ളിച്ചാടി തെറി പറയുന്നത്? നിങ്ങൾ അറക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് തിരുത്തണ്ടേ? നിങ്ങൾ വേണോ വേണ്ടേ? വേണം, തീർച്ചയായും. ഇത്രയും പറഞ്ഞാല് ഞാൻ ചെയ്ത തെറ്റെന്താ? ഞങ്ങളുടെ ഭാഗത്ത് എന്ത് അന്യായമാണുള്ളത്? അല്ല, ഇപ്പൊ ഇത്രയും സദഖത്തുള്ള ഇത്രയും പറഞ്ഞതിൽ നിന്നും ഇപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളെ കുറ്റപ്പെടുത്താൻ മാത്രം നിലവിലൊന്നുമില്ല. അതായത് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, നിങ്ങളുടെ രക്തബന്ധത്തിൽ ഒരാൾ, പരിശുദ്ധമായ ഇസ്ലാമിനെയും ദീനിനെയും തള്ളി പറഞ്ഞു പോയ ഒരാള് നിങ്ങൾ വേണ്ട രീതിയിൽ നിങ്ങൾ അയാളെ പ്രതിരോധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ അവഗണിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ ആ നിലപാടിൽ പോകുന്നു എന്നും പറയുന്നു. ഇപ്പോഴും നിങ്ങൾ ആ നിലപാടിൽ തന്നെ പോകുന്നു എന്നും പറയുന്നു. തൽക്കാലം നമ്മൾ തമ്മിൽ സംസാരിച്ച ഈ വോയിസ് അനുസരിച്ച് എനിക്കത് വിശ്വസിക്കാനേ നിവർത്തിയുള്ളൂ. അല്ലല്ല, കള്ളം പറ. കാരണം ഞാൻ നിങ്ങളുടെ വീടുമായിട്ട് ഒരുപാട് ദൂരമല്ല, ഞാൻ ഒറ്റപ്പാലമാണ്. എനിക്ക് നാട്ടിൽ വരുമ്പോൾ വേണമെങ്കിൽ നിങ്ങളെ വന്ന് കണ്ട് ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താവുന്നതേ ഉള്ളൂ. എന്റെ വീട് ആര്യമ്പാവിലാണ്.
പാറയകുളമ്പിലാണ് എന്റെ വീട്. എന്റെ പേര് സദക്കത്തുള്ള എന്നാണ്. ആര്യംഭാവം എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. എന്റെ ശരിക്കുള്ള നാട് കരുനാപ്പള്ളിയാണ്. ഒറ്റപ്പാലത്ത് നിന്ന് മണ്ണാർക്കാടിലേക്ക് പോരുന്ന വഴി, വഴിയില് ഹൈവേയിൽ വരുന്ന ജംഗ്ഷൻ, അതാണ് ആര്യംഭാവം. ഓക്കെ. അല്ല, എനിക്ക് അങ്ങനെയൊന്നും അവിടെ ഒന്നും വന്ന് പരിചയമില്ല. പക്ഷെ കാരണം പക്ഷെ ഒറ്റപ്പാലത്ത് ഞങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഒറ്റപ്പാലത്ത് നമുക്ക് പരിചയമുണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പം വരുന്ന സമയത്ത് നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതല്ല വിഷയം. എന്റെ വിഷയം എന്താ പറയുക, ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, ഇതിപ്പോ ഇന്ന് ഷെഫീനെ വീഡിയോയുടെ എന്റെ വിഷയം എന്താ പറയുക, ഞങ്ങൾ പറയുന്നതല്ല എന്റെ വിഷയം. എന്റെ ഉമ്മ ഇപ്പൊ നിങ്ങൾ വീഡിയോ ഇട്ട് ഷെഫീനെ വീഡിയോ ഇടും, ഇത് ലിയാഖത്ത് കാണും. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. കാണും, ലിയാഖത്ത് കാണും. ലിയാഖത്ത് നാളെ എന്ത് ചെയ്യും, വീഡിയോ ഇടും. എന്താ ഇടുന്നറിയോ, സഹോദരന്മാരും വീടും എന്ത് ചെയ്യാണ്. ഇതിനൊരു കാരണം കൂടി ഉണ്ട്, ഞാൻ നിങ്ങളോട് പറയാം. ഇതൊരു അമാനത്താണ്. നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊരു അമാനത്താണ്. ഇയാൾ ഈ സദക്കത്തുള്ള പിന്നെ ലിയാഖത്തുമായി സംസാരിച്ചത് എന്നാന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ജ്യേഷ്ഠൻ മരിച്ചതിൻ്റെ അന്നാണ്. ഇവിടെ വെളിയിൽ വന്നു, റോഡിൽ നിന്നുകൊണ്ട് എന്നെ വിളിച്ചു, മയ്യത്ത് കാണിക്കുമെന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് അവസാനം സംസാരിച്ചത്. അല്ലാതെ അതിനു മുമ്പും സംസാരമില്ല, അതിനുശേഷം സംസാരമില്ല. ഹസൻ, ആ വോയിസ് ഒന്നുകൂടെ കേൾക്കുക. ഞാൻ കള്ളം പറഞ്ഞു എന്നാണ് നീ പറയുന്നത്. ഞാൻ ഏത് വോയിസ്? എന്റെ പൊന്ന് ഷെഫീനാത്ത, ഗൾഫിൽ ഇരുന്നോണ്ട് VPN ഇട്ട് വിളിക്കുന്നതാണ്. ഇടയ്ക്ക് മുറിഞ്ഞു പോകും. അവർ ഓരോന്ന് പറയുമ്പോ എന്തൊക്കെ കാര്യത്തിലും ഞാൻ അതേന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് അവർ പറയുന്നതിന്റെ താളത്തിൽ അതേത് പറഞ്ഞു പോയതായിരിക്കും. നിങ്ങളൊക്കെ ഈ വരികൾക്കിടയിൽ വായിച്ചിട്ട് ഇങ്ങനെ വെറുതെ നമ്മളെ തെറ്റിദ്ധരിക്കുന്നത് എന്തിനാണ്? ഏത് വിഷയമാണ് ഈ പറയുന്നത്? എന്തൊരു കഷ്ടമെന്ന് പറയാം. പേയ്മെന്റ് കൊടുത്തിട്ട് നിങ്ങൾ ഷെഫീനാത്ത, ഞാൻ ആ ചെങ്ങായി എന്നെ വിളിച്ച സമയത്ത് അയാൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്കിപ്പോ ഓർമ്മയില്ല. ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, ഷെഫീനാത്താക്ക് ഇങ്ങനെ ഈ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ അവരിങ്ങനെ ഈ നിയമപരമായ പോരാട്ടം നടക്കുമ്പോൾ അവരെ പലരും സഹായിക്കുന്നുണ്ട്, പലരും സഹായിച്ചിട്ടുമുണ്ട്. അത് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഞാൻ പൈസ കൊടുത്തല്ല, ഇന്ന ആൾ ഇത്ര കൊടുത്തു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് പേയ്മെന്റിന്റെ കണക്കും അറിയില്ല. ഇതിപ്പോ കഴിഞ്ഞ അതിന് ഞാനിത് ഞാൻ അങ്ങനെ ആരടുത്തെങ്കിലും പോയി പറഞ്ഞിട്ടുണ്ട്? വെറുതെ എന്നെ ഒന്നാമത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇരിക്കുകയാണ്. എന്റെ കണ്ണിന്റെ കാഴ്ച പലമാതിരി പ്രശ്നങ്ങളിൽ ഇരിക്കുക. അതിന്റെ ഇടയ്ക്കൂടെ നിങ്ങൾ ഇവിടെ വിളിച്ച് നമ്മളെ ബ്ലഡ് പ്രഷർ കൂട്ടരുത്. എനിക്ക് പെട്ടെന്ന് ഈ പ്രഷർ വരുന്നുണ്ട്. ഈ കഴിഞ്ഞു പോയ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അത് പിന്നെ പോയിരുന്ന് കേട്ടിട്ട് അതിന്റെ വരികൾക്കിടയിൽ വായിക്കരുത്. അത് ഈ സംസാരത്തിൽ ചിലപ്പോൾ അതെ അത് പറഞ്ഞു പോയിട്ടുണ്ടാവും. അത് ചിലപ്പോ അവര് അവരെ കൊല്ലുകയോ തിന്നുകയോ എന്തെങ്കിലും ചെയ്യും. എന്നെ ഇതിനകത്തൊന്നും വലിച്ചഴക്കരുത്.